ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെയും വേണമെങ്കിൽ വിചാരിക്കാം. കോൺഗ്രസിന് മാറ്റങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ അടിമകളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകേണ്ടത് നല്ലതാണ്. KPCC പ്രസിഡന്റിനില്ലാത്ത, PC വിശ്വനാഥിനില്ലാത്ത, മാത്യു കുഴൽനാടനില്ലാത്ത, K രാധാകൃഷ്ണൻ ഇല്ലാത്ത, മറ്റ് പലർക്കും ഇപ്പൊ നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ഡോക്ടർ പ്രേംകുമാറിനില്ലാത്ത, നാളെ ഞങ്ങൾ അവിടെ റിപ്പോർട്ടിങ്ങിന് പോവുകയാണെങ്കിൽ എനിക്കില്ലാത്ത, ഡോക്ടർ ജിൻഡോ ജോണിനില്ലാത്ത എന്ത് പ്രത്യേക അവകാശമാണ് ഇവരുടെ മാത്രം വാഹനം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാകാൻ പോകുന്നത്? അല്ല മാധു, അത് ഓരോരുത്തരോടും ഈ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്ന ചെയ്തി പോലെ ഇരിക്കും. ഇപ്പം നമ്മളോട് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കുന്നതിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ ഷാഫിയോടും രാഹുലിനോടും പറഞ്ഞത്. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും ഓരോ സമയത്ത് ഓരോ വ്യക്തികളോടും പെരുമാറുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ബാക്കി നാട്ടിലെ ആളുകളോടൊന്നും അങ്ങനെ പെരുമാറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ ജനറലൈസ് ചെയ്യുന്നത് ഒരു ശരിയായ നിരീക്ഷണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പറഞ്ഞ ലിസ്റ്റൊക്കെ വായിച്ചപ്പോൾ അബ്ദുൾ വഹാബ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതെന്താണെന്ന് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താങ്കൾ കറക്റ്റ് ചെയ്യാം. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാഹനം പരിശോധിച്ചിട്ടുണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാഹനം പരിശോധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാഹനം പരിശോധിച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്നതായിട്ടും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ വാഹനം പരിശോധിക്കുന്നതിലല്ലോ തടസ്സം. ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ വാഹനം പരിശോധിക്കുന്നത് തടസ്സം ചെയ്തോ? ഇല്ല. ഷാഫി പറമ്പിലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖത്ത് ടോർച്ചടിച്ച് നോക്കിയിട്ട് പോലും അവരാരാണെന്ന് തിരിച്ചറിയാൻ ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ എന്നെയോ മാധുവിനെയോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പരിചയം, അല്ലെങ്കിൽ പ്രേംകുമാറിനെയോ ആർഷോയോ പരിചയം ഉണ്ടാകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ശ്രീകുമാർ സാറിനെയോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പരിചയം ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെയും സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകേണ്ടതാണ്. ജനങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികളെ പോലും തിരിച്ചറിഞ്ഞാൽ തന്നെ അവർ പരിശോധന ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ? അല്ല മാധു, ഞാൻ അത് തന്നെ കൃത്യമായിട്ട് എൻ്റെ ആദ്യത്തെ അവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പരിശോധനയ്ക്ക് സഹകരിച്ചു, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ചു. വാഹനത്തിൻ്റെ ഡിക്കി തുറന്നു കൊടുത്തു, വാഹനം മുഴുവൻ തുറന്നു കൊടുത്തു, അതിൻ്റെ എല്ലാം തുറന്നു കൊടുത്തു. അവസാനം പെട്ടിയെടുത്ത് താഴെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ആ പെട്ടിയും എടുത്ത് താഴെ വെച്ചു. വടകര MP, പാർലമെൻറ്റ് MP ഷാഫി പറമ്പിലോട് പെട്ടിയെടുത്ത് ഡിക്കിയിൽ താഴെ വയ്ക്കാൻ പറഞ്ഞു. എന്തിനാ? പെട്ടിയുടെ നിറം കാണാൻ വേണ്ടിയിട്ടാണോ? സ്വാഭാവികമായിട്ടും പെട്ടി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടി തുറന്നുകൂടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സ്വാഭാവികമാണ് അല്ലേ? ഇവിടെ സ്വാഭാവികമാണ് പരിശോധന എന്ന് പറയുമ്പോൾ ചില അസ്വാഭാവികതകൾ ഓരോ വ്യക്തികൾക്കും തോന്നുമ്പോഴാണ് ഇൻസൾട്ടായിട്ട് തോന്നുന്നത്. മാധുവിനോട് പെരുമാറുന്ന പോലെ ആയിരിക്കണമെന്നില്ല ഉദ്യോഗസ്ഥർ എന്നോട് പെരുമാറുന്നത്. എനിക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇൻസൾട്ട് എങ്ങനെയാണുള്ളത്? ഒരു ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയോട് പെരുമാറുന്നത് പോലെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. ഒന്നാമത്തെ കാര്യം. ഇങ്ങോട്ട് അങ്ങനെ മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അധികം മോശമായി പെരുമാറുക എന്ന് പറയുന്നതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് പാലക്കാട്ടെ ആ പെട്ടി വിവാദം ഉണ്ടായപ്പോൾ കോഴിക്കോട്ട് എവിടെയോ വെച്ച് ലൈവ് ചെയ്യാനൊക്കെ അറിയാമായിരുന്നല്ലോ. ഇത് നോക്കൂ, ഇത് വളരെ മാന്യമായി ഇതാ ഞങ്ങളെ വീണ്ടും ഇരയാക്കുന്നു എന്ന നിലയ്ക്ക് ലൈവ് ചെയ്യുകയോ അതിനെ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയ നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് പകരം നിങ്ങളുടെ സേവനത്തിലുള്ള പാരിതോഷികം ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ അത് ഭീഷണിയാണ്. അത് കേൾക്കുന്ന ആർക്കും അത് ഭീഷണിയാണ്. നാളെ അധികാരത്തിൽ വന്നാൽ പഠിപ്പിച്ചു തരാമെന്ന് പച്ചയ്ക്ക് പറയുന്നതിന് തുല്യമാണ്. അല്ല മാധു, ഞാൻ ഈ മാധുവിൻ്റെ ഈ ചോദ്യത്തിന് തന്നെയാണ് ഉത്തരം പറയുന്നത്. പക്ഷേ എനിക്കിത് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കൂടി പരമാവധി തരണം. കാരണം എനിക്ക് ആർഷോ പറഞ്ഞ 1-2 കാര്യത്തോട് രാഷ്ട്രീയമായിട്ട് മറുപടി പറയാനുണ്ട്. ഇനി മാധു പറഞ്ഞ ഈ ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് പ്രേംകുമാർ പറഞ്ഞ എന്താ? പാലക്കാട് സംഭവിച്ചതിൻ്റെ റിസൾട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായതുകൊണ്ട് അയാൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ നാളുകളിൽ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ഫീലിങ്സാണ് ഉണ്ടാകുന്നതെന്ന് ചിലപ്പോൾ അനുഭവങ്ങളിൽ നിന്നായിരിക്കും ഓരോരുത്തരും പറയുന്നത്. നമുക്കതിനെ വിലയിരുത്താൻ പറ്റില്ല. പ്രേംകുമാറിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അതിലൊരു പോസിറ്റീവ് ഫീൽ അല്ല തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അങ്ങനെ ആയിരിക്കില്ല. ഞങ്ങളുടെ ജിൻഡോ ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ അങ്ങനെ അല്ല ജിൻഡോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സ് കോൺട്രാഡിക്ഷനാണെന്ന് പറയാ ചെയ്ത് ഞാൻ മാധു പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സ് കോൺട്രാഡിക്ഷനാണ് എന്ന് പറയുക മാത്രമാണ്. അല്ല, അങ്ങനെ ഏകപക്ഷീയമായി സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഡോക്ടർ പ്രേംകുമാർ ഞാൻ ചർച്ച ചെയ്യുന്നത്. 2 വശങ്ങൾ പറഞ്ഞതാണ്. ഡോക്ടർ ജിൻഡോ ജോൺ തുടരൂ. അല്ല, ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ മറുപടി അതിന് ഇനി പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ വനിതാ നേതാക്കന്മാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും വാതിലിൽ പാതിരാത്രി വന്ന് വനിതാ പോലീസുകാരില്ലാതെ പുരുഷ പോലീസുമാർ വാതിൽ മുട്ടുമ്പോൾ ഞങ്ങൾക്കതൊരു പോസിറ്റീവ് ഫീലിംഗ് അല്ല പ്രേംകുമാറെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനല്ല, ഷാഫി പറമ്പിലല്ല, കേരളത്തിലെ ഒരു ജനാധിപത്യവാദിക്കും
ഒരു സ്ത്രീപക്ഷവാദിക്കും ഒരു കോൺഗ്രസ്സുകാരനോ UDF പ്രവർത്തനോ അല്ല, CPM-കാർ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യർക്കും അത് പോസിറ്റീവ് ഫീൽ അല്ല എന്നുള്ളതിന്റെ തെളിവാണ് 18,000-ലധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഞാൻ അതോടെ നിർത്തുക. ആരുടെ മുറിയിലും ഏത് ഉദ്യോഗസ്ഥനും പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് സമയത്ത്, ഏത് സമയത്തും. പക്ഷെ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പാലിക്കാതെ കൈരളി ചാനലിന്റെ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് CPM-ന്റെയും BJP-യുടെയും കുറെ ആളുകളെയും വിളിച്ച് ഹോഗോ വിളിച്ചിട്ടല്ല പരിശോധന നടത്തേണ്ടത്. ആ പ്രൊസീജിയർ ഒന്നും പാലിച്ചില്ലല്ലോ. അതിന് കൊടുത്ത പരാതി എന്തായി? ആ നീലപ്പെട്ടി പോയ വഴി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയോ? അവിടെ കൊണ്ടുവന്ന കോടിക്കണക്കിന് ഇവിടെ കള്ളപ്പണം എന്ന് പറഞ്ഞത് കണ്ടെത്താൻ സാധിച്ചോ? പിണറായി വിജയൻ തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അതൊന്നും സാധിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടിയൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി മോശമായി പോയെന്ന് അങ്ങനെ മാധുവിന്റെ നിരീക്ഷണം ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്. മാധ്യമ പ്രവർത്തകർക്കോ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കോ പോലീസുകാർക്കോ അത്തരത്തിലൊരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഭീഷണിയായിട്ടല്ല പറഞ്ഞ്, ജനങ്ങൾ അതിനുള്ള പ്രത്യുപകാരം കൊടുക്കും, പ്രതിഫലം കൊടുക്കും, പാരിതോഷികം കൊടുക്കും എന്നാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ടേക്ക്. പക്ഷേ ഇനി അതിനപ്പുറത്ത് ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെയും വേണമെങ്കിൽ വിചാരിക്കാം. കോൺഗ്രസിന് മാറ്റങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ അടിമകളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകേണ്ടത് നല്ലതാണ്. എന്ന് വെച്ച് ഞങ്ങൾ അവരെ പരിപാടിയിൽ തല്ലുമെന്നോ ആക്രമിക്കുമോ എന്നല്ല. പക്ഷെ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന തരത്തിലുള്ള ബുദ്ധിയോ ബൗദ്ധിക നിലവാരമൊന്നുമല്ല കേരളത്തിലുള്ളവർക്കുള്ളത്. പിന്നെ അത് ഭീഷണിയായിട്ടാണ് വേണമെങ്കിൽ ഈ പറയുന്ന അധികാരവർഗത്തിന് കീഴിൽ അവർ പറയുന്നിടത്ത് നിൽക്കുന്ന, അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അതൊരു ഭീഷണിയായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ പറയണം. അല്ലാതെ പിന്നീട് അതിനെ ഈ പറയുന്ന പൊതിഞ്ഞു പറയേണ്ട കാര്യമില്ല എന്ന നിലയ്ക്കാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ശ്രീ PM മാർഷലിലേക്കാണ് വരേണ്ടത്. ഞാൻ വരാം. പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ N. ശ്രീകുമാർ 8:10 വരെ ഇവിടെയുള്ളൂ. ഞാൻ പൂർത്തിയാക്കട്ടെ. മാധു ഞാൻ ഒന്ന് പൂർത്തിയാക്കിയിട്ട് പോകും. പ്ലീസ് എനിക്ക് ഒരു മിനിറ്റ് തന്നാൽ മതി. ഇവിടെ PP ദിവ്യ ഒരു വിളിക്കപ്പെടാത്ത വേദിയിൽ പോയി ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിപ്പോ അത് ഭീഷണിയായിട്ട് ആർക്കും തോന്നില്ലല്ലോ? മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് തോന്നിയോ? ഇല്ലല്ലോ. ഇവിടെ ജനീഷ് കുമാർ എന്ന് പറഞ്ഞ MLA വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആഫീസോടെ കൂട്ടി കത്തിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ഭീഷണിയായിട്ട് തോന്നില്ലല്ലോ? ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA, അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഇതിനുള്ള പാരിതോഷികം കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഭീഷണിയാകുന്നത്? ഞങ്ങളുടെ പക്ഷത്ത് അധികാരമില്ല, ഞങ്ങൾക്ക് പോലീസില്ല, ഞങ്ങൾക്ക് ഒരു സംഘടനകളുമില്ല. ഇടപെടാതെ തരൂ മാധു. മാധുവിന്റെ അഭിപ്രായം അല്ല ഞാൻ ചോദിച്ചത്. മാധുവിന്റെ അഭിപ്രായം മാധുവിന് പറയാം. ഞാനതിനെ റെസ്പെക്ട് ചെയ്തു, ഞാനതിനെ എതിർക്കുന്നില്ല. എനിക്ക് അല്ലല്ല ഭീഷണിയായിട്ട് തോന്നുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ കൊടുക്കുന്ന പാരിതോഷികത്തെ കുറിച്ചിട്ടാണ്. ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞങ്ങൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങളുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിലാണ് തീരുമാനിക്കുന്നത്. ഇനി ഒറ്റ കാര്യം, ഈ വിഷയം പെട്ടി ചർച്ച ഞങ്ങളുടെ വിഷയമല്ല. ഇത് ചർച്ച ചെയ്ത CPM, LDF-ന്റെ കൺവീനർ, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർ, LDF-ന്റെ സ്ഥാനാർത്ഥി അടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ വിഷയം ഇതല്ല. ഞങ്ങളുടെ വിഷയം പോകാതെ ഈ ചർച്ചയിൽ നിന്ന് അദ്ദേഹത്തിന് പിരിയേണ്ടി വരും. അതുകൊണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ ഒന്ന് വഴങ്ങണം.